എത്ര നാളായി ഇതുപോലെ ചിരിച്ചിട്ട്. സത്യമാ, എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളല്ലേ ജീവിതത്തില്. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാ മാത്രം മതി. എന്റെ മക്കൾക്ക് ഇവിടെ സന്തോഷമാണെങ്കിൽ ഞങ്ങൾക്ക് വേറെന്താ ദുഃഖം? ഇനി അനൂപ് കൂടി പിണക്കം മാറി പഴയതുപോലായ ഞങ്ങൾക്ക് സമാധാനമായി. അതൊക്കെ നമുക്ക് ശരിയാക്കാം. മാഷേ, ഇനിയിരുന്നാ ചിലപ്പോ നമ്മൾ താമസിക്കും. അവൻ വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണ്ടേ? നമുക്കിറങ്ങാം. അല്ല, ഇപ്പൊ തന്നെ പോണോ? ഉച്ചയ്ക്ക് ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാ പോരെ? അതെ അമ്മേ, ഇനിയിപ്പൊ കഴിച്ചിട്ട് പോവാം. നിങ്ങൾ പോണോന്ന് വാശി പിടിക്കുന്നുണ്ടാ, ഇല്ലെങ്കി ഇന്ന് പോണ്ടാന്നേ ഞങ്ങൾ പറയൂ. അച്ഛനമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? ഇന്ന് മാത്രമല്ല, കുറേ ദിവസം താമസിക്കാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ നമ്മളൊക്കെ നിർബന്ധിക്കണം, അല്ലേ മാഷേ? നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിൽക്കില്ല അവന്തിയെ. ഇത്രയും വലുതല്ലെങ്കിലും മഴ പെയ്താ ചോരാത്തൊരു വീട് ഞങ്ങൾക്കുണ്ട്. അവിടെ അന്തി ഉറങ്ങുന്നത് തന്നെയാ ഞങ്ങൾക്കിഷ്ടം. അതിന് മാഷി ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വഴക്കായിട്ട് പറഞ്ഞൊന്നുമല്ല. പക്ഷെ അവന്തികയുടെ വർത്താനത്തിന്റെ ടോൺ അങ്ങനെ അല്ലായിരുന്നു. അത് അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ എന്റെ രീതി. ഞാൻ പറയാനുള്ളത് പറയും. അതിപ്പോ ടോൺ നോക്കിയൊന്നും പറയാൻ എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഞാനും മാഷി ഇവിടെ വരുന്നത് അവന്തിക്ക് ഇഷ്ടമല്ലേ? അതുകൊണ്ടാണോ ഇങ്ങനെ മുള്ളും മുനയും വെച്ചൊക്കെ സംസാരിക്കുന്നത്? ആരാ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണാൻ വരുന്നതിന് എനിക്കൊരു പ്രശ്നവുമില്ല. നേരത്തെ സച്ചി പറഞ്ഞല്ലോ, ഞങ്ങൾക്കും അവകാശപ്പെട്ട വീടാണിതെന്ന്. അതിനപ്പുറം എന്റെ ഇഷ്ടത്തിന് എന്ത് പ്രാധാന്യം? മൂത്ത മകന്റെ ഉറപ്പുള്ളോണ്ട് എത്ര ദിവസം വേണേലും ഇവിടെ തങ്ങാം. ഇതൊന്നും പോരാത്തോണ്ട് ഇളയ മരുമകൻ നിങ്ങളോട് ഇവിടെ നിൽക്കാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുന്നു. ദേ, ഇനിയും പോകുന്നത് മോശമാണ് മാഷെ. കമലേ, നമുക്കിറങ്ങാം. അച്ഛാ, തടയണ്ട മോനെ. നേരത്തെ ഇതുപോലെ പോകാൻ ഇറങ്ങിയതായിരുന്നു. സച്ചി തടഞ്ഞുകൊണ്ടാ ഇവിടെ നിന്നത്. എത്ര കുറഞ്ഞവനായാലും അവനും ഉണ്ടാവല്ലോ ഒരു അഭിമാനമൊക്കെ. അവഹേളിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എടുത്തി എന്താ ഇത്? അല്ല, മാഷ് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞാനെന്ത് പറഞ്ഞടാ? ഞാനെപ്പോഴാ ഇവരെ അവഹേളിച്ചത്? ഇത് ചുമ്മാ നീ ഉൾപ്പെടെ ഇവിടെയുള്ളവരുടെ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാൻ വേണ്ടി വെറുതെ പറയുന്നതാ. ഇവർ രണ്ടുപേരും ഇവിടെ വന്നിട്ട് എന്നെങ്കിലും സന്തോഷത്തോടെ പിരിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ പതിവ് ഇപ്പോഴും ഇവർ തെറ്റിക്കുന്നില്ല. സന്ദീപേ, നിന്റെ അമ്മായച്ചനും അമ്മായിയമ്മയൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിച്ചാ എനിക്ക് മിണ്ടാ നിൽക്കാനൊന്നും പറ്റില്ല. അവന്തിയെ, ഇനി കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾ ഇവിടുന്ന് പോവുക. പറയുന്ന വാക്കുകൾ കുറച്ച് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. ഞങ്ങളാരും നിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്ന് ഓരോന്ന് പറയുന്നത് അവന്തികയാ.
സന്ദീപേ, നിനക്ക് ഞങ്ങളെ എപ്പ കാണണം തോന്നോ അപ്പൊ അങ്ങോട്ടേക്ക് വന്നാ മതി. അവിടെ നിങ്ങളെ ആരും ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കില്ല. സച്ചിയോടും പറഞ്ഞേക്ക്. പോട്ടെ മോളെ. മാഷേ വാ. സന്ദീപ്, അച്ഛാ ഇങ്ങോട്ട് ചെല്ല്. അമ്മേ, അച്ഛാ നിക്കേ. അച്ഛാ, അമ്മേ, അച്ഛാ ഞാൻ പറയുന്നത് കേക്ക്. അമ്മേ, മാഷം കമല എപ്പോ വന്നു? ഞങ്ങള് കുറച്ചു നേരമായി വന്നിട്ട്. മക്കളെയൊക്കെ ഒന്ന് കാണാനായിട്ട്. എന്നിട്ട് കണ്ടോ? അവര് വന്നിട്ട് കുറച്ചു നേരം ആയുള്ളൂ അച്ഛാ. ഞാൻ പറഞ്ഞതാ അവിടുന്ന് ആരും ഇങ്ങോട്ട് വരുന്നത് അച്ഛന് ഇഷ്ടാവില്ലാന്ന്. പിന്നെ വീട്ടിക്കാര് വന്നതല്ലേ, ഇറങ്ങിപ്പോന്ന് പറയാനും തോന്നിയില്ല. അല്ലെങ്കിൽ അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോവാൻ പറഞ്ഞേനെ. അച്ഛാ, ഇവരെ ഞാനാ വിളിച്ചു വരുത്തിയത്. ഗർഭിണിയായ ആതിരെ കാണാൻ ഇവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആതിരെ കുറച്ചു ദിവസം വൃന്ദാവനത്തിൽ കൊണ്ട് നിർത്തിക്കോട്ടെ. അതിനൊരു കുഴപ്പമില്ല അവന്തിക്ക്. സന്ദീപ് പറഞ്ഞ സേതുവേട്ട സമ്മതിച്ച ഞങ്ങൾ ഇവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകും. ആതിരയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. ഞങ്ങൾ വന്നത് പ്രശ്നം ഉണ്ടാക്കാനൊന്നുമല്ല. അവന്തിക പറഞ്ഞതുപോലെ ഇവിടെ ഞങ്ങൾക്ക് ആരോടും ഒരു പിണക്കവുമില്ല, പ്രശ്നവുമില്ല. എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഞങ്ങള് അനുഭവിച്ചത് അത്രമാത്രം. പ്രത്യേകിച്ച് അച്ഛൻ. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. സച്ചിൻ സന്ദീപും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അർച്ചനെ ആതിരെ പറഞ്ഞതുകൊണ്ടാവും. ഞങ്ങൾക്കാർക്കും നിങ്ങളോട് ക്ഷമിക്കാനാവില്ല. അതുകൊണ്ട് അവന്തികേ, അവന്തികയോട് ആരാ പറഞ്ഞ് എനിക്കിവരോട് ദേഷ്യമുണ്ടെന്നും എനിക്കൊന്നും ക്ഷമിക്കാനാവില്ലെന്നും? ഈ നിൽക്കുന്നത് അർച്ചനയുടെയും ആതിരയുടെയും അച്ഛനും അമ്മയുമാണ്. എന്ന് പറഞ്ഞാൽ എന്നെയും അവന്തികയും അനഘയും ഒക്കെ പോലെ തന്നെ ഈ വീട്ടിലും കുടുംബത്തിലും അവകാശമുള്ളവര്. ഒരു സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ആരും അവരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മൾ അനുഭവിച്ചതും മനസ്സ് വിഷമിച്ചതും നമ്മുടെ മാത്രം കാര്യമാണ്. അത് വേറെ ആരെ അറിയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ളവരുടെ അത്രയില്ലെങ്കിലും മാഷും കമലയും അനൂപും എല്ലാം ഇവിടെ നടന്ന കാര്യങ്ങളിൽ വിഷമിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരച്ഛനും അമ്മയും ഏട്ടനും ഒന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇവിടെ നടന്ന ഒന്നും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറക്കാമെന്നല്ലാതെ മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ട് നടന്നിട്ട് പ്രയോജനമൊന്നുമില്ല. അർച്ചനയും ആതിരയും ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവരിവിടെ വരും, വരണം. നമ്മളിവരെ സ്വീകരിക്കുകയും വേണം.
എന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ, അച്ഛന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? ഇവിടെ എന്ത് കാര്യത്തിനും അവസാന തീരുമാനം അച്ഛന്റെയാ. ഇവരോടെല്ലാം ക്ഷമിക്കാൻ അച്ഛന് കഴിയുമെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഞാൻ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്ക്. അച്ഛന്റെ ഭാഗത്തു നിന്നാ ഞാൻ സംസാരിച്ചത്. അച്ഛന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം. എനിക്കും എന്റെ അനിയത്തിക്കും സംഭവിച്ചത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ വേദനയാ. അതെല്ലാം അച്ഛന്റെ പേരിൽ വരവ് വെച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വം മറക്കാം ഞങ്ങള്. നിങ്ങളും അതുപോലെ എല്ലാം അങ്ങ് ക്ഷമിച്ചാ മതി. സച്ചി, നീ ഇവരെ വിളിച്ചകത്തേക്ക് പോ. അച്ഛന്റെ ആഗ്രഹം തന്നെ ഞാൻ പറഞ്ഞത്. നീ ഇവരകത്തേക്ക് വിളിച്ചോണ്ട് പോ. അച്ഛാ, ഇതോടെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. എല്ലാം മറന്നിട്ട് നിങ്ങൾ അകത്തേക്ക് വാ. മാഷേ, വരൂ. സേതുവേട്ടാ, ഒരു കാര്യം പറഞ്ഞാ മറ്റൊന്നും വിചാരിക്കരുത്. നാട്ടുനടപ്പനുസരിച്ച് 7-ാം മാസം ആതിരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നൊരാഗ്രഹമുണ്ട്. കാര്യങ്ങളെല്ലാം ചടങ്ങുകളായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കും മാഷിനും ഒരാഗ്രഹമുണ്ട്. സേതുവേട്ടൻ കൂടി അത് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം, വിളിച്ചോണ്ട് പോവാം. അത് നിങ്ങളുടെ ആഗ്രഹമായാലും ചടങ്ങായാലും എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. 7-ാം മാസം ചടങ്ങ് നടത്തണമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വളരെ ആശങ്കയിലാണ് ഞങ്ങളിങ്ങോട്ട് കയറി വന്നത്. നിങ്ങളൊക്കെ എങ്ങനെ പെരുമാറുമെന്നുള്ളത് ഓർത്ത്. പക്ഷേ സേതുവിനെ പോലുള്ളൊരു വലിയ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. വലിയ മനസ്സുള്ളവർക്ക് വിശാലമായി ചിന്തിക്കാൻ കഴിയൂ. ഈശ്വരകൃപയാൽ സേതുവിന് അങ്ങനൊരു മനസ്സുണ്ട്. ചില വാർത്തകൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാതുകളെ വിശ്വസിക്കാൻ പറ്റാതെ വരും ചിലപ്പോഴൊക്കെ. കേൾക്കുന്ന വാർത്ത ഞെട്ടലുണ്ടാക്കുന്നതാണെങ്കിൽ അതിന് കാരണക്കാർ നമ്മൾ അത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്ന് വരും. എല്ലാം അറിയാമായിരുന്നിട്ടും നിങ്ങളും കൂടി എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു എന്ന് പെട്ടെന്നറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നാലും എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാനും മാഷുമൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. അവരുടെ സന്തോഷത്തിനപ്പുറം നമുക്ക് മറ്റൊന്നും തന്നെയില്ല. ആ ഒരു സന്തോഷം കണ്ടുകൊണ്ടാണ് ഞാൻ എല്ലാം മറക്കാമെന്ന് കരുതിയത്.
നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഉടനെ അങ്ങോട്ട് വന്നേനെ. പിന്നെ മാഷ് പറയുന്ന വിശാല മനസ്സൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ ഇളയ മകളോട് എല്ലാം ക്ഷമിച്ച് അവളെ മരുമകളായി അല്ലാതെ മകളായി കണ്ട് സ്നേഹിച്ച് ചേർത്ത് നിർത്തുമ്പോഴും മൂത്ത മകളോട് ഞാൻ അതുപോലെ അകൽച്ച കാണിക്കുന്നുണ്ട്. നമ്മൾ അത്രയും സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അത്രയും തന്നെ വെറുപ്പും വന്നു നിറയുമല്ലോ. ഒരു വാക്കിൽ ഞാൻ പരിഹാരം കാണേണ്ട കാര്യത്തിനെ രണ്ടു കുടുംബങ്ങളുടെ തമ്മിലടിയാക്കി മാറ്റുകയും അതുവഴി ധാരാളം പേരുടെ കണ്ണീരിന് കാരണക്കാരിയാവുകയും ചെയ്ത ആളാണ് അർച്ചന. അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിന്നും പോകില്ല മാഷെ. സേതുവിന്റെ മനസ്സ് മാറ്റാൻ ഞാൻ ആളല്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതാണെങ്കിലും നടന്നത് കുറച്ചെങ്കിലും സേതു അറിയണമല്ലോ. സന്ദീപ് അതിരെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളതിൽ നിന്നും അതിരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു ദിവസം ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നീട് ഈ നിമിഷം വരെ ആ വീട്ടിൽ സമാധാനം ഉണ്ടായിട്ടില്ല. നേരാവണ്ണം ഞങ്ങൾ അന്തി ഉറങ്ങിയിട്ടില്ല. പിന്നീട് അവരിതൊക്കെ മറന്നുവെന്നും മനസ്സിലാക്കിയപ്പോ മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. അതാണെങ്കിൽ മുടങ്ങുകയും ചെയ്തു. പിന്നെ നടന്നത് ഞങ്ങൾ അറിയുന്നത് സേതു അറിയുന്ന സമയത്ത് തന്നെയാണ്. ഇവരുടെ ബന്ധം അറിയുമ്പോൾ സേതുവേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു. അതാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. പിന്നെ അച്ഛൻ്റെ കാര്യം സേതുവേട്ടൻ തന്നെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സമാധാനമുള്ളത് ഞങ്ങളുടെ രണ്ട് മക്കളും ഇവിടെയാണെന്നുള്ളതാ. സേതുവേട്ടൻ മക്കളെ പോലെ നോക്കുന്ന അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരം ഞങ്ങളെപ്പോലെ തന്നെ സേതുവേട്ടനും ഉണ്ട്. അച്ഛൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എങ്ങനെ വേണമെന്നുള്ളത് സേതുവേട്ടന്റെ ഇഷ്ടവും താല്പര്യവും. പക്ഷെ ഒരടിയുടെ വേദന കൊണ്ട് തീരാനുള്ളത് അവഗണിച്ച് അതൊരു തീരാ വേദന ആക്കരുതെന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ.
അനൂപിരിക്കെ. ഞാൻ വന്നത് സച്ചി ഒന്ന് കാണാനാ.